MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. പെരി പെരി ചിക്കൻ റോൾ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് അധികം ഓയിലൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഇഫ്താറിൻ്റെ സമയത്തും വൈകിട്ട് സ്നാക്കായിട്ടുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് ഈ ബൗളിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഇനി 1/2 കപ്പ് ഇളം ചൂടുള്ള പാലും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം. രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പൊങ്ങിക്കിട്ടും. ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഒറിഗാനോ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇത് ചെറുതായി വഴന്നു വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ ചേർക്കാം. രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. 5-6 മിനിറ്റൊക്കെ മതി ചിക്കൻ വെന്ത് കിട്ടാൻ. ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചാട്ട് മസാലയും ചേർത്ത് ഒന്നുകൂടി വഴറ്റാം. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ 2 മണിക്കൂറോളമായി നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇതെല്ലാം ഉരുളകളാക്കി എടുക്കാം.
ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് മൈദ തൂവിക്കൊടുത്ത് നീളത്തിൽ പരത്തിയെടുക്കാം. ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. കുറച്ച് മൊസറല്ല ചീസ് കൂടി വെച്ച് കൊടുക്കാം. ഇനി രണ്ട് സൈഡും മടക്കി കൊടുത്ത് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. എല്ലാം നമുക്കിതുപോലെ തയ്യാറാക്കാം. ഇപ്പോൾ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എഗ് വാഷ് ചെയ്യണം. ഒരു മുട്ടയുടെ മഞ്ഞക്കരു എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഇത് പുരട്ടി കൊടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് എള്ള് ഇതിന് മുകളിലായിട്ട് വിതറി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. എന്നിട്ട് 160 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലല്ലാതെ കേക്കൊക്കെ പാനിൽ ബേക്ക് ചെയ്യുന്നത് പോലെയും ഇത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ റോളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ അല്പം മെൽറ്റ് ചെയ്ത് ബട്ടർ പുരട്ടി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്